ഹലോ ഫ്രണ്ട്സ്, ഇന്ന് എന്തായാലും ഓഫീസിലെ ഒരു ഡെയിലി വ്ളോഗ് തുടങ്ങാമെന്ന് കരുതുന്നുണ്ട്. ഇന്ന് മുതൽ ജസ്റ്റ് അങ്ങനെ ഇരുന്നപ്പോൾ തോന്നി ഇന്ന് മുതൽ ഓഫീസ് ഡെയിലി വ്ളോഗായിട്ടൊന്ന് തുടങ്ങിയാലോ എന്ന്. ഇങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടായിരിക്കാം. അതിലൊരാളായിട്ട് ഞാനും ഇങ്ങനെ ചെയ്യുവാണ്. എത്രത്തോളം വിജയിക്കുന്നു, എത്ര ദിവസം എനിക്കിത് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുമെന്നൊന്നും അറിയില്ല. എന്തായാലും നമുക്കൊന്ന് മുന്നോട്ട് പോയി നോക്കാം. എല്ലാവരും കൂടെ കാണണം. ഓക്കെ. അവിടെ നിന്ന് നേരെ ഞാൻ ഇറങ്ങിയിട്ട് ഹരീഷ്മയുടെ ഒരു ഹായും പാസ്സായിക്കൊണ്ട് ഞങ്ങൾ നേരെ പോകുന്നത് എവിടേക്കാ? ഓഫീസിൽ നിന്ന് നേരെ ഞങ്ങൾ കോഫി കുടിക്കാനായിട്ട് ഞങ്ങൾ ജംഗ്ഷനിൽ പോവുകയാണ്. ശരിക്കും ഓഫീസിൽ കോഫിയുണ്ട്, ചായ ഉണ്ട്, കട്ടനൊക്കെ ഞങ്ങൾ കുടിച്ചിട്ട് ജസ്റ്റ് അവിടെ ഇരിക്കാൻ ഒരു മടിയായത് കൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു, ഒരു രസത്തിന് പുറത്തുനിന്ന് ഇറങ്ങിയതാണ്. കാരണം എന്താക്കി, ഞങ്ങൾ കോഫി അല്ല ചായ കുടിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇറങ്ങുന്നത്. പോകുന്ന വഴിക്ക് ഈ രണ്ടെണ്ണത്തെയും കൂടെ ഞങ്ങൾക്ക് കൈ കിട്ടി. ഇവന്മാരെയും കൊണ്ടായിരുന്നു ഞങ്ങൾ പിന്നെ പോയത്. പിന്നെ എന്തു പറയാൻ, ഈ ഓഫീസ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഇങ്ങനെ കൊളീഗ്സുമായിട്ടൊക്കെ പുറത്ത് പോവുക, എൻജോയ് ചെയ്യുക, ചായ കുടിക്കുക, ഇതൊക്കെ ഒരു രസമാണ്. അങ്ങനെ ഞങ്ങളൊരു അടിപൊളി ഒരു കോഫി പാസ്സാക്കി. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് നേരെ ഞങ്ങൾ തിരിച്ച് ഓഫീസിലേക്ക് പോകുന്നുണ്ട്. ഇന്ന് ഫുൾ എനിക്ക് പറയാനെങ്കിൽ ഇന്ന് ഫുൾ ഞങ്ങൾക്ക് ഈ ഒരു യാത്ര, അങ്ങോട്ടും ഇങ്ങോട്ടും പോവുക എന്നല്ലാണ്ട് വേറെ ഒരു പണി ഇന്ന് ഞങ്ങൾ നടന്നിട്ടില്ല. എന്നാൽ ഇടയ്ക്ക് ഞങ്ങൾ എല്ലാവരും ജോലി ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾക്ക് കിട്ടുന്ന ടൈമിൽ ഞങ്ങൾ ഇതുപോലെ കുറച്ച് സന്തോഷങ്ങളും ഞങ്ങൾ കണ്ടെത്താറുണ്ട്. അങ്ങനെ ഓഫീസ് അകത്ത് അങ്ങനെ ഞങ്ങൾക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പാടുണ്ടോ എന്ന് പോലും എനിക്കറിയത്തില്ല. ഫസ്റ്റ് ജസ്റ്റ് ഒരു ചെറിയൊരു വീഡിയോ മാത്രമേ എടുത്തു എന്നേ ഉള്ളൂ. സാറ് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. രണ്ടാമത് ഞങ്ങൾക്ക് പുറത്തോട്ട് പോകാൻ വേറൊരു വഴിയുണ്ട്, ആരും കാണാതെ പോകാൻ പറ്റുന്നൊരു കുഞ്ഞു വഴിയാണിത്. ഈ വഴിയാണ് ഞങ്ങൾ എങ്ങോട്ട് പോകുന്നത്, ഓഫീസിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങുന്നത്. അപ്പോൾ അടുത്ത് ഞങ്ങൾ പോകുന്നത് എവിടെയാണ്, ഫുഡ് കഴിക്കാൻ പോകണമെന്ന് B6-ൽ. ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഓഫീസിൽ വർക്ക് ചെയ്ത അന്ന് മുതൽ ഏകദേശം ഒരു 3-4 വട്ടം ഇവിടുത്തെ ഫുഡ് കഴിച്ചു. എനിക്കിവിടുത്തെ ഊണ് ഭയങ്കര ഇഷ്ടമാണ്. നല്ല ടേസ്റ്റായിട്ടുള്ള ഫുഡാണ് ഇവിടുന്ന് അവർ തരുന്നത്. നല്ല സന്തോഷത്തോടെ വയറ് നിറയെ കഴിച്ചിട്ട് ഇറങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള ഫുഡായിരുന്നു ഇവിടെ. നല്ല ആംബിയൻസ് ഉള്ള ഒരു കടയാണ് B6 എന്ന് പറയുന്നത്. എല്ലാവർക്കും സമാധാനത്തോടെ ഇരുന്ന് നമുക്ക് ബാൽക്കണിയിൽ വേണമെങ്കിൽ ഇരിക്കാം, അല്ല അകത്ത് വേണമെങ്കിൽ ഇരിക്കാം. ഞങ്ങൾ ഇന്ന് ബാൽക്കണിയിലാണ് ഇരുന്നത്. സോ അവിടെ ഇരുന്ന് നമ്മൾ പുറത്തെ കാഴ്ചകളൊക്കെ കണ്ട് നല്ല രസമായിട്ടിരുന്ന് അടിപൊളി ഫുഡ് കഴിച്ചു. നോക്കുമ്പോൾ തന്നെ അറിയാമല്ലേ, നമ്മൾ പുറത്ത് വണ്ടികൾ പോണതെല്ലാം കണ്ട് നല്ല രസം. നമുക്ക് ട്രിവാൻഡ്രത്തുള്ളവർക്കൊക്കെ ഈ ഒരു സ്ഥലമൊക്കെ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട്. നല്ലൊരു ഊണായിരുന്നു. ഞാൻ ഇവിടുന്ന് ഊണേ കഴിച്ചിട്ടുള്ളൂ. എനിക്ക് ഇവിടുത്തെ ഊണാണ് ഇഷ്ടം. ഞാൻ നോൺ വെജ് കഴിക്കില്ല എന്നല്ല, എനിക്ക് കൂടുതലും ഇപ്പോൾ ഇവിടുത്തെ ഊണിനോട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവരുടെ ഫുഡ് വരാൻ വെയിറ്റ് ചെയ്യുന്നതേ ഉള്ളൂ, അവർക്ക് ഫുഡ് വന്നിട്ടില്ല. അപ്പോൾ നമ്മൾ ഫുഡിനായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് എന്തു പറയാം, കുറച്ച് പുറത്തെ കാഴ്ചകളും കാണുന്നുണ്ട്. നല്ലൊരു ആംബിയൻസാണ് ഈ ഒരു കട. അങ്ങനെ ഫുഡ് വന്നു. ചേച്ചി ഫ്രൈഡ് റൈസാണ്, ചിക്കൻ ഫ്രൈഡ് റൈസാണ് ഓർഡർ ചെയ്തത്. കൊള്ളാമെന്ന് പറഞ്ഞു. അവന്മാർ 2 പേരും ബിരിയാണി ആയിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് അടിപൊളി ഒരു ഫുഡ് ഞങ്ങൾ കഴിച്ചു. വയറ് നിറഞ്ഞു, എൻ്റെ പ്ലേറ്റ് കാലിയാക്കി. അങ്ങനെ എല്ലാവരും ഫുഡ് കഴിച്ചു. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. കുറച്ച് സൊറയൊക്കെ പറഞ്ഞിരുന്നിട്ടും ഞങ്ങൾ പതുക്കെ അവിടെ നിന്ന് ഇറങ്ങി. അവിടെ നിന്ന് നേരെ ഓഫീസിൽ വന്നു. അത് കഴിഞ്ഞ് കുറച്ച് സമയം വർക്ക് ചെയ്തു. എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ അടുത്തൊരു വൈകിട്ട് ഒരു 1/4 മണിക്കൂർ ആയപ്പോഴത്തേക്ക് അടുത്ത് കാരണം പറഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങി. മീൻസ് കോഫി കുടിക്കാൻ പോകണമെന്ന് പറഞ്ഞ് അടുത്ത് ഞങ്ങൾ നേരെ ബേക്കറി ജംഗ്ഷനിലാണ് പോയത്. നമ്മൾ രാഹുലിൻ്റെ ഒരു പാട്ട് നമുക്ക് എൻ്റെ ഇടയ്ക്ക് കേൾക്കുന്നുണ്ട്, അതൊന്ന് കേട്ട് നോക്കാം. ഓക്കെ, അവൻ്റെ പാട്ട് കഴിഞ്ഞ് അവർ 2 പേരും ഓഫീസിൽ നിന്ന് വീട്ടിലേക്ക് പോകാൻ ഇറങ്ങിയിട്ടുണ്ട്. അവന്മാർ ശരിക്കും പറഞ്ഞാൽ കൊല്ലത്താണ് വർക്ക് ചെയ്യുന്നത്. ഇന്നൊന്ന് ഓഫീസിൽ വരണമെന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം അവന്മാർ ഇന്ന് വന്നതാണ്. ഒരുപാട് സന്തോഷം അവന്മാർ ഇന്ന് വന്നതിന്. ഇന്ന് ഒരുപാട് എൻജോയ് ചെയ്യാൻ പറ്റി. അങ്ങനെ കുറേ കോപ്രായങ്ങളൊക്കെ കാണിച്ചിട്ട് അവന്മാർ 2 പേരും വീട്ടിലേക്ക് പോയി. ഞങ്ങൾ നേരെ ഓഫീസിൽ കയറി ഹരീഷ്മ വീണ്ടും ഇവിടെ ഇരിപ്പുണ്ട്. ഞങ്ങൾ വൈകിട്ട് 5:30 കഴിഞ്ഞു. ഞങ്ങളിതാ പോകാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് എല്ലാവരോടും. നമ്മളിതാ ഇങ്ങനെ ചുമ്മാ കിടന്ന് യാത്രയൊക്കെ പറഞ്ഞതായിരിക്കില്ലേ, നീതു ചേച്ചി ഇരിക്കുന്നത്,
മഹ ഇരിക്കുന്നു, കിരൺ ഇരിക്കുന്നുണ്ട്, ഷീബ ചേച്ചി ഇരിക്കുന്നുണ്ട്, എല്ലാവരും ഇവിടെ ഉണ്ട്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളത്തെ വീഡിയോയിൽ കാണാം. അതുവരെ ടാറ്റാ, ബൈ ബൈ.